ക്രിക്കറ്റ് ഇന്ത്യക്കാരുടെ സിരകളിൽ വികാരമായി ഒഴുകും മുൻപ് ഹോക്കി കണ്ട് ആവേശം കൊണ്ട തലമുറയുടെ ആരാധനാപാത്രം. എതിരാളികൾക്ക് മുൻപിൽ കോട്ടകെട്ടി ഇന്ത്യൻ ഗോൾ മുഖത്തേക്കാത്ത ഹോക്കി ടൈഗർ. ഇന്ത്യൻ ഹോക്കിയുടെ ഒരു കാലഘട്ടമാണ് മാനുവൽ ഫ്രെഡറിക്സിന്റെ വിയോഗത്തിലൂടെ കടന്നുപോകുന്നത്. 72 മ്യൂണിക് സമ്മർ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ, അതിനുശേഷം വന്ന ലോകകപ്പിൽ വെള്ളി. ആദ്യമായി ഒളിമ്പിക് മെഡൽ മലയാള മണ്ണിലെത്തിച്ച താരം. നേട്ടങ്ങളുടെ പരമ്പര ഏറെയുണ്ട് മാനുവൽ ഫ്രെഡറിക്സിന്റെ കരിയറിൽ. മ്യൂണിച്ച് ഉൾപ്പെടെ 3 ഒളിമ്പിക്സുകളിൽ രാജ്യത്തിനായി മാനുവൽ പോരാടി. മ്യൂണിച്ചിൽ 6 കളികളിൽ നിന്നായി ആകെ വഴങ്ങിയത് 8 ഗോളുകൾ മാത്രം. പക്ഷേ രാജ്യത്തിനായി വിയർപ്പൊഴുക്കിയ മാനുവലിനോട് കടുത്ത അനീതിയാണ് മാറി മാറി വന്ന സർക്കാരുകൾ കാണിച്ചത്. ഒളിമ്പിക് മെഡൽ നേടിയ ടീമിലെ മറ്റു താരങ്ങൾക്ക് അർജുന അവാർഡ് ലഭിച്ചപ്പോൾ ഗോൾ വല കാത്ത മാനുവൽ മാത്രം പലപ്പോഴും പുറത്തായി. 2020 വരെ കാത്തിരിക്കേണ്ടി വന്നു ധ്യാൻചന്ദ് പുരസ്കാരം ലഭിക്കാൻ. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും അദ്ദേഹത്തിന് ഏറെ മുറവിളി കൂട്ടേണ്ടി വന്നു. വർഷങ്ങളായി ബംഗളൂരുവിലാണ് മാനുവൽ താമസം. മകൾക്കൊപ്പം താമസിച്ചു വരുന്നതിനിടയിൽ അർബുദബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഞായറാഴ്ച വൈകിട്ട് ബംഗളൂരു ഹൊസൂർ റോഡ് ക്രിസ്ത്യൻ സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.